സ്നേഹിച്ചും ഓമനിച്ചും വളർത്തിയ മക്കളിൽ നിന്നും എതിർത്തൊരു വാക്കു വന്നാൽ പോലും അച്ഛനമ്മമാർക്കത് ചിലപ്പോൾ സഹിക്കാനായെന്ന് വരില്ല. എന്നാൽ അതുപോലെ സ്നേഹിച്ചു വളർത്തിയ മൂത്ത മകനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ കായംകുളത്ത് സംഭവിച്ചത്. വിവാഹം കഴിഞ്ഞ് ആദ്യമുണ്ടായ കുഞ്ഞിനെ ഏറെ സ്വപ്നങ്ങളോടെ വളർത്തിക്കൊണ്ടുവന്ന നടരാജന് ക്രൂരമായ മരണമാണ് സ്വന്തം മകനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒപ്പം മകന്റെ കയ്യിൽ നിന്നും ഒരമ്മയ്ക്കുണ്ടായത് അതീവ സങ്കടകരമായ ഒരു വേദനയും. ഒടുവിൽ താൻ ചെയ്ത ക്രൂരതകളൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ നവജിത്ത് എന്ന മകൻ കൂളായിട്ടാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്നതും. ഭാര്യ നവ്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായതും. പുല്ലുകുളങ്ങര പീടികച്ചിറ സ്വദേശി നടരാജനും ഭാര്യ സന്ധ്യയ്ക്കും 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത മകനാണ് നവജിത്ത്. പഠിച്ച് നിയമബിരുദം നേടിയ നവജിത്ത് വിവാഹിതനുമായിരുന്നു. രണ്ടാമത്തെ മകൾ നിധിമോളും മൂന്നാമത്തെ മകൻ നിധിൻ രാജും. നവജിത്തും മാതാപിതാക്കളുമായി വീട്ടിൽ എപ്പോഴും സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി വഴക്ക് പതിവായിരുന്നു. സംഭവ ദിവസവും വഴക്കുണ്ടായിരുന്നു. രാത്രിയിൽ നിന്ന് വലിയ ബഹളം കേട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ ഓടിയെത്തിയത്. അപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നടരാജനെയും ഭാര്യയുമാണ്. പിന്നാലെ മുകൾ നിലയിൽ നിലയുറപ്പിച്ച നവജിത്തിനെയും. ഞായറാഴ്ച രാത്രി 9:30 സംഭവം. തുടർന്ന് നാട്ടുകാർ ചേർന്ന് നടരാജനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹം മരണത്തിനു കീഴടങ്ങിയിരുന്നു. സിന്ധു ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർന്ന് നവജിത്തിനെ അതിസാഹസികമായാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. കയർ ഉപയോഗിച്ച് പ്രതിയെ വരിഞ്ഞു മുറുക്കി കീഴ്പ്പെടുത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് പ്രദേശത്ത് വൻ ജനക്കൂട്ടമാണ് ആ രാത്രി തടിച്ചുകൂടിയത്. പ്രതിക്കെതിരെ ജനം അക്രമാസക്തരായതോടെ വീടിന് പിൻവശത്തെ വാതിലിലൂടെയാണ് നവജിത്തിനെ കൊണ്ടുപോയത്. തൊട്ടടുത്ത ദിവസം നവജിത്തിന്റെ ഭാര്യ നവ്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യവേ കടുത്ത മാനസിക അസ്വാസ്ഥ്യമാണ് പ്രകടിപ്പിച്ചതും. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നവജിത്തിനെ തിരുവനന്തപുരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ആദ്യം മാവേലിക്കര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമായതിനാലാണ് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അതേസമയം അച്ഛൻ്റെ മൃതദേഹം വീട്ടിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു മറ്റു 2 മക്കളും. അച്ഛന് അവസാന മുത്തം നൽകി വിലപിക്കുന്ന മകൾ നിധിമോൾ സങ്കടക്കാഴ്ചയായി മാറിയപ്പോൾ ദുഃഖം താങ്ങാനാകാതെ ഉറ്റവരെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു. ഇളയ മകൻ നിധിൻ രാജാണ് അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. അതേസമയം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്ന ഭാര്യ സിന്ധു ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് പോലും അറിയാതെ, ഭർത്താവിനെ അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാതെ ചികിത്സയിൽ കഴിയുകയാണ് സിന്ധു ഇപ്പോഴും. നടരാജൻ നേരത്തെ BDJS മണ്ഡലം പ്രസിഡന്റായിരുന്നു. ജനശക്തി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗവുമാണ്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ വൻ ജനാവലിയാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.